അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊരു 1.5 കപ്പ് പച്ചരിയാണ്. അത് വെള്ളത്തിൽ ഒരു 4 മണിക്കൂറായി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതായത് മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് തരം പച്ചരിയാണെങ്കിലും മതി കേട്ടോ. ഇതൊരു 100 ഗ്രാം ശർക്കരയാണ്. അത് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്, തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം. ഇതൊരു 1/4 കപ്പുമാണ്. വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഇത് നല്ല പഴുത്ത ചക്കയുടെ 3 ചുളയാണ്. ഇതുപോലെ ചെറുതായി പീസായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇതും കൂടി ഞാൻ ഇതിനകത്തിട്ട് അരച്ചെടുക്കുവാണ്. അപ്പോൾ ഞാനെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. നെയ്യ് നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞിരിക്കുവാണ് കേട്ടോ ഈ തേങ്ങ. നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ചൂടോടുകൂടി തന്നെ പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ കറുത്ത എള്ളും കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കും. ഉപ്പിട്ടിട്ടില്ല, ഞാൻ ഉപ്പിടാൻ പോവുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിടാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വരണം ഈ പൊടിക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാൻ വെച്ച് ചുട്ടെടുക്കാം. പാനും നല്ലൊരു ചൂടാവട്ടെ കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരും. അപ്പോൾ ഈ അരി അരച്ച് വെച്ച് ഞാൻ ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അത് പറയാൻ നേരത്തെ മറന്നുപോയി. 1/2 മണിക്കൂർ നമ്മൾ അരച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം മാത്രം നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി നിറച്ച് ഒഴിക്കരുത് കേട്ടോ. ചെറിയ ഉണ്ണിയപ്പമാണ്, ചട്ടിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മീഡിയത്തിലാണ് ഫ്ലെയിം ഇരിക്കുന്നത്. നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. മീഡിയത്തിന് ലോയ്ക്കും ഇടയിലോട്ട് വെക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒരുവിധം ബ്രൗൺ ആയി, ഒത്തിരി ബ്രൗൺ ആവണ്ട. ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാമല്ലോ. നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് മൊരിഞ്ഞത് നോക്കി എടുക്കാം. എന്താ നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ച് മറിച്ച് വിടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ, എണ്ണ തെറിക്കാതെ. ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.